ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇതിൽ കുറച്ച് മെസ്സേജസ് എങ്കിലും നിങ്ങൾക്കുള്ളതായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഞാനുമായിട്ട് കണക്റ്റഡ് ആയ കുറച്ചധികം ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ടും അവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് പോലെ തന്നെ റെസണേറ്റ് ആകുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് ടൈംലെസ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ്, ബ്ലെസ്സിങ്സ്, അഡ്വൈസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഹേർട്ട് ഗാർഡിയൻ വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്കിന്ന് അനിമൽ ഗാർഡിയൻ വന്നിട്ടുണ്ട്. സ്നേക്ക് വന്നിട്ടുണ്ട്. എയർ ഗാർഡിയൻ. ഇന്ന് കുറേ പ്രൊട്ടക്ഷൻ ആണല്ലോ നിങ്ങൾക്ക്. നിങ്ങളുടെ ഗാർഡിയൻസിനെ കുറിച്ച് ആണല്ലോ ഇതിനകത്ത് കൂടുതലും വന്നിട്ടുള്ളത്. ഹെർമിറ്റ്, ലോഡ്, സ്റ്റാർ ഗേസറും വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ വന്നത് ഹാർട്ട് ഗാർഡിയൻ ആണ്. അപ്പൊ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ചിലപ്പം ബ്ലോക്ക്ഡ് ആയിരിക്കും. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കുറേയധികം പെയിൻ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹീല് ചെയ്യുന്നു അല്ലെങ്കിൽ ഹീല് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഹീൽഡ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. നമ്മൾ ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും നമ്മൾ പെയിൻ എടുക്കും. ചില ആൾക്കാർക്ക് ഇങ്ങനെ സ്ട്രെസ്സിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കാര്യങ്ങൾക്കായാലും എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്ക് എപ്പോഴും ആ ഒരു എനർജിയിൽ ഇരിക്കാനാണ് ഇഷ്ടം. കാരണം നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ള കുറേയധികം ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആകുമ്പോൾ നിങ്ങളെ മറ്റൊരാൾ സ്നേഹിക്കാനും പറ്റില്ല. കാരണം നിങ്ങൾ ആൾറെഡി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാതെ നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പലരും എങ്ങനെയാണ് സെൽഫ് ലവ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക ആദ്യം. ഇത് മറ്റുള്ളവരെ നോക്കാതെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതല്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നതാണ്, നിങ്ങളുടെ ഹേർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗാർഡിയൻ ഏഞ്ചലാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നു, സ്നേഹം നിങ്ങൾ അർഹിക്കുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ കൊടുക്കാനാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചിരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട വേറൊരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ സ്വയം സ്നേഹിച്ച് തുടങ്ങാനാണ് നിങ്ങളുടെ ഹേർട്ട് ഗാർഡിയൻ പറയുന്നത്. പിന്നെ ആനിമൽ ഗാർഡിയൻ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. കാരണം യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളെ മുന്നിൽ കാണുന്ന ഓരോ അടയാളങ്ങളും നിങ്ങൾ വിശ്വസിക്കാനാണ് നിങ്ങളുടെ ആനിമൽ ഗാർഡിയൻസ് പറയുന്നത്. അത് ചിലപ്പം നിങ്ങളുടെ വീട്ടിലുള്ള മൃഗങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മറ്റുള്ള നെഗറ്റീവ്സിൽ നിന്നും
വളർത്തു മൃഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം വളരെ വലുതായിരിക്കും. അപ്പോൾ ഇന്നേ ദിവസം അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ സ്നേക്കാണ്, ഷെഡ് ഓൾഡ് സ്കിന്നാണ്. അപ്പം നിങ്ങളുടെ പഴയ സ്കിൻ പീൽ ചെയ്ത് കളയാനാണ് പറയുന്നത്. അപ്പം പഴയ സ്കിൻ എന്ന് പറയുമ്പം പാസ്റ്റിലെ ഓർമ്മകളാണ്, പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ പെയിനാണ്. അപ്പം അത് വീണ്ടും നിങ്ങൾ ശരിക്കും ആ സ്കിന്നും നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്, നിങ്ങളുടെ പുറത്ത് അതുകൊണ്ട്. അപ്പോൾ പൂർണ്ണമായും അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഹാർട്ട് ഗാർഡിയൻ പറയുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര അത് ബ്ലോക്ക് ആക്കി വെക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ സ്കിൻ നിങ്ങളുടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ അനുഭവങ്ങൾ, നിങ്ങൾക്ക് പാസ്റ്റിൽ കിട്ടിയ അനുഭവങ്ങളൊക്കെ നിങ്ങളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ സ്കിൻ നിങ്ങൾ പീൽ ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നാണ്. അത് ആൾറെഡി പോകുന്നതാണ്. പിന്നെ ചിലപ്പം ഒരു കാര്യം എന്ന് പറയുമ്പം നമ്മൾ എന്ത് കാര്യവും അത് ആൾറെഡി ഇല്ലാതായി പോകും. അതിന് സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. നമുക്കിപ്പോൾ എന്ത് നഷ്ടം വന്നാലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് പോയിക്കോളും. പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്ത് ആ ഒരു നഷ്ടം, നമ്മുടെ ആ പെയിന് ഇല്ലാതാക്കാനും നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഈ ബാക്കി സമയം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം, നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ ഈ ഒരു സ്കിൻ നമ്മൾ തന്നെ ഷെഡ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ റീഫ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും. ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ പുതിയ ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുതരികയും ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരെങ്കിലും ഒരുപാട് പെയിനിലിരിക്കുന്ന ആൾക്കാരാണ് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തെക്കുറിച്ചോ ആലോചിച്ച് പെയിനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പോയത് പോകട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞത് കഴിയട്ടെ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു കുണ്ടലിനിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കാണുന്ന കുറേയധികം ആൾക്കാരും ഒരു കുണ്ടലിനി അവേക്കണിങ് ഒക്കെ അത് ഉണ്ടാകുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. അത് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അത്രയധികം പവർഫുള്ളായിട്ടുള്ള സോളാണ് നിങ്ങൾ, അത്രയും ഹയർ ലെവൽ സോളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ പ്രണയമോ നഷ്ടപ്പെട്ടു പോയ പൈസയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജോലിയോ ഒക്കെ ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുന്നത്. നിങ്ങളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കും. നിങ്ങൾക്ക് ഈ പോയതൊക്കെയും തിരിച്ചു പിടിക്കാനും അത് അട്രാക്റ്റ് ചെയ്തെടുക്കാനും ഉള്ള കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങളെ കൊണ്ടത് പറ്റും. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്കൊരു സുഖമാണ്. ആ ഒരു സുഖം പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുക, എപ്പോഴും നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമായിരിക്കും ഇങ്ങനെയുള്ളൊരു മെസ്സേജ് കിട്ടിയത്. അല്ലാതെ ഇങ്ങനെ ഇതൊരു ഡീപ്പായിട്ടുള്ള മെസ്സേജാണ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജ് കിട്ടിയ ഈ ഒരു ഇതിലുള്ള ആൾക്കാർ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഒന്നുകൂടി നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഇതൊരു കുണ്ടലിനി ശക്തി ഉണരുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലോക്കേജസ് ആണ് നിങ്ങൾ പഴയ സ്കിന്നും നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ആ പഴയ സ്കിന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബ്ലോക്കേജസ് ആണ്. അപ്പോൾ ആ പഴയ സ്കിന്നെ നിങ്ങൾ തന്നെ പീൽ ചെയ്ത് കളയണം എന്നാണ്. എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് എവേക്കൺ ചെയ്തു വരുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോളാണ് എന്ന് മനസ്സിലാക്കുക. എയർ ഗാർഡിയനാണ്. ശരിക്കും നിങ്ങളുടെ ആ ഒരു പെർസ്പെക്ഷൻ നിങ്ങൾ ഹൈ ആക്കാനാണ് പറഞ്ഞത്. നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റണം. നമ്മൾ അറിയാമല്ലോ, നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളായിത്തീരുന്നത്. നമ്മൾ ഹയർ ലെവൽ സോളാണെങ്കിൽ നിങ്ങളൊന്ന് ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ചിന്തിക്കരുത്. ഇപ്പോൾ കുറേ സോളിന് പല ലെവലുകളുണ്ട്, നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മളുടെ മുന്നിൽ തന്നെയുള്ള ഗുരുക്കന്മാരുണ്ട്, ശ്രീയം, അങ്ങനെയുള്ള ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുണ്ട്, മഹാവതാർ ബാബാജി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട് നമ്മളുടെ മുന്നിൽ. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാട് ഒന്ന് ഉയർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗുരുവിനെ
നിങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളുടെ കാഴ്ചപ്പാട് മാറാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഗുരുവായിട്ട് സ്വീകരിച്ചാൽ നമുക്ക് കൂടുതൽ അവരുമായിട്ടൊരു കണക്ഷൻ കൂടുതലുണ്ടാകും. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുക. പിന്നെ സ്റ്റാർ ഗേസറാണ്. നിങ്ങൾ ഇതിൽ കാണുന്നതെല്ലാം നിങ്ങളുടെ ഒരു ലെവല് റേസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇന്നേ ദിവസം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഗോളൊന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി. അപ്പം തന്നെ നിങ്ങളുടെ ലെവല് മാറും എന്നാണ് കാണുന്നത്. ലോഡാണ്. നിങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങളുടെ അതോറിറ്റി ഉണ്ടല്ലോ, നിങ്ങളുടെ പവർ, അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് മറ്റൊരാൾക്കും കൊടുക്കാതിരിക്കുക. നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ, നമ്മുടെ ലൈഫ് മാറ്റാനുള്ളൊരു ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറ്റൊരാൾക്കും കൊടുക്കാതിരിക്കുക. ഇതിൽ പലരും ചെയ്യാറുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഇരയാകുന്നുണ്ടായിരിക്കും. മറ്റുള്ള ആൾക്കാർ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് നെഗറ്റീവ് തരും. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം പെട്ടെന്ന് അവർ ഫോൺ വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും. അപ്പോൾ അവരതിൽ നിന്ന് ആ ഒരു കർമ്മയിൽ നിന്നും അവർ റിലീസാവുന്നു. കർമ്മയിൽ നിന്നല്ല, അവർ ആ ഒരു എനർജിയിൽ നിന്നും അവർ റിലീസാകുന്നു, അവർ ഹീലാകുന്നു. അത് അറിയാവുന്നുള്ള ആൾക്കാർ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അപ്പം നിങ്ങളുടെ എനർജി ലെവൽ താഴെ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക നിങ്ങളെ. പിന്നെ ഹെർമിറ്റാണ്. റീചാർജ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും നിങ്ങളെ ഒന്ന് റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് എനർജി ലെവൽ താണു പോകുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്, ഒരുപാട് പേര്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂല. നമുക്ക് ചാർജ് ഉണ്ടെങ്കിൽ, നമ്മൾ ഹൈ ആയിട്ടുള്ളൊരു പോസിറ്റിവിറ്റി നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ ചാർജ് ചെയ്ത് കൊടുക്കണമെങ്കിലും നമ്മൾ സ്വയം ചാർജ്ഡ് ആകണമെങ്കിലും നമുക്ക് ശരിക്കും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി വേണം. എന്നാൽ മാത്രമേ നമ്മൾ കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ കാര്യങ്ങൾ കാണണം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ആ ലോ ലെവലിൽ ഇരിക്കരുത് എന്നാണ്. നമുക്കിതും കൂടി നോക്കിയെടുക്കാം. എന്താണ് ഈ ഒരു ടാരോ ഗൈഡൻസും കൂടി നോക്കാം. എന്താണ് പിന്നെ ഇതിനകത്തൊരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു നഷ്ടം വരാൻ സാധ്യത. നിങ്ങളുടെ എനർജി ലെവല് കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇന്നേ ദിവസം മറ്റൊരാൾ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ തിങ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യം ഒന്ന് മോഷണം പോകാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റോ ഒക്കെ മോഷണം പോകാൻ സാധ്യതയുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചനയിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും വിഷമത്തിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് വരും എന്ന് പറയാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുന്നു, ഒരു ലോസാണ്, ഒരു നഷ്ടമാണ്. പൈസ ആയിരിക്കാം, മൊബൈലായിരിക്കാം, അങ്ങനെ. അത് നിങ്ങൾ ഈ ഇമോഷണൽ ലോസിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അല്ലാത്തവർക്കൊന്നും ഇത് സംഭവിക്കാൻ സാധ്യതയില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് കാണുന്നത്. ഒരു മെറ്റീരിയൽ ലോസ് തന്നെയാണ് അത് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടുതലൊന്നും ശ്രദ്ധിച്ചാൽ ഒന്നും തന്നെ വരാനില്ല എന്നുള്ളതാണ്. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് പുറത്തിറങ്ങി നമ്മളൊന്ന് സെർച്ച് ചെയ്യാൻ. ഇപ്പോൾ ജോലിക്ക് നിങ്ങൾ സെർച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ
ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ പ്രത്യേക മേഖലകളിൽ മാത്രമേ നിങ്ങൾ ജോലി ചെയ്യുള്ളൂ, കാരണം നിങ്ങൾക്ക് അതിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡോർ തുറന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കംഫർട്ട് സോണിലേ ഇരിക്കുകയുള്ളൂ, എനിക്ക് ഈ ജോലിയെ പറ്റുള്ളൂ, കാരണം ഇതേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ ഒന്ന് റിസ്ക് എടുക്കാൻ തീരുമാനിച്ച് നിങ്ങളുടെ സാധ്യതകളൊന്ന് കണ്ട് നിങ്ങളൊന്ന് ചെയ്താൽ നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു വേറെ കുറേ പ്രയോറിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ലാതെ ഈ ഒരു കാര്യമേ എനിക്ക് പറ്റുള്ളൂ, ഈ ഒരു ജോബേ എനിക്ക് പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങി നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ലൈഫിനെ അത് മാറ്റിമറിക്കും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ജോലിയേക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും ഒരു സക്സസ്സും ഉണ്ടാകും, അബണ്ടൻസും ഒക്കെ വരുന്നത് ആ ഒരു ഇതിൽ നിന്നായിരിക്കും എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു സൈക്കിക് എബിലിറ്റി ഒക്കെ ഇന്ന ദിവസം നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. പെട്ടെന്ന് മനസ്സിലാകും, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് മറ്റുള്ളവരുടെ ഇമോഷൻസ് മുഴുവൻ നിങ്ങൾ ഇന്നേ ദിവസം എടുക്കാതിരിക്കുക. ഒരുപാട് ആൾക്കാർ ഇന്നേ ദിവസം നിങ്ങളോട് ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയാൻ വരുമെങ്കിലും അതൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ അവരുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പോസിറ്റിവിറ്റി ഇല്ലാതാക്കി കളയരുത്. ആരെങ്കിലും ഇതുപോലെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വന്നാൽ അവരോട് നോ പറയുക. നോ പറയുക എന്നല്ല, അവരുടെ കാര്യങ്ങൾ കേൾക്കുക. ഇപ്പോൾ പലരും പറയുന്നുണ്ട് എന്നെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഈ കേൾക്കാൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് വളരെ ഉപയോഗമൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ആരോടും പറയണ്ട. പറയുമ്പോൾ ആ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് ഒരുപാട് എനർജി കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വേറൊരാളിനോട് പറയുമ്പോൾ ആ ആളിൻ്റെ ഇമോഷൻസ് ഇതിനകത്ത് വരും. ഇത് അവർ വേറെ ആരോടെങ്കിലും പറയുമ്പോൾ ആ ഒരു ഇമോഷൻസ് മുഴുവൻ വരും. ഇതെല്ലാം എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടുതൽ വലുതാവുകയുള്ളൂ, അതൊരിക്കലും കുറയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി വെക്കുക, സറണ്ടർ ചെയ്യുക, ദൈവത്തിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ദൈവത്തിനൊരു കത്തെഴുതുക എന്നൊക്കെ പറയില്ലേ, ദൈവത്തിന് കത്തെഴുതുക. ദിവസമുള്ള കാര്യങ്ങൾ, നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ദൈവമാണ്, ദൈവത്തിനൊരു കത്തെഴുതി വെക്കുക. നമ്മളുടെ വിഷമങ്ങളും നമുക്ക് ഏറ്റവും മോശമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ഇന്നേ ദിവസം നമ്മൾ ചെയ്ത കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ, അബദ്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം. ഇതൊക്കെ മറ്റൊരാളിനോട് ഷെയർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ അങ്ങനെ എഴുതി വെച്ച് നിങ്ങളതങ്ങ് കത്തിച്ച് കളയുക. ഇതാരും അറിയാനും പോണില്ല. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾ റിലീസാവുകയും ചെയ്യും. നിങ്ങൾക്ക് ആരെയും പിന്നീട് ഇനി ഇവർ ശത്രുവാകുമ്പോൾ എന്താണ് എന്നൊന്നും ചിന്തിക്കാനും എൻ്റെ ആവശ്യവും വരില്ല. അപ്പം അതും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ തീർച്ചയായിട്ടും വിശ്വസിക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ആളത്ര ശരിയല്ലല്ലോ, ഈ ആൾ എനിക്ക് എന്തെങ്കിലും ഒരു പാരയാണല്ലോ വെക്കുന്നത്, അല്ലെങ്കിൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ ഇന്ന് തോന്നുന്നു ഇന്ന് എന്തായാലും ഈ ഒരാളിൻ്റെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് തോന്നുമെങ്കിൽ അത് കൃത്യമാണ് കേട്ടോ. നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം കൂടുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഹാർട്ടിനെ ഇന്ന് ഫോളോ ചെയ്യാനാണ്, നിങ്ങളുടെ ഹൃദയത്തെ ഫോളോ ചെയ്യാനാണ് പറയുന്നത് ഇന്നേ ദിവസം. 10 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഗതി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. എൻഡിങ് ആണ് എന്നുള്ളത്, പെയിൻഫുൾ എൻഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഗതി ഇന്നേ ദിവസം നിങ്ങൾ എൻ്റെ ആക്കുന്നുണ്ട്. എൻ്റെ ആയി അത് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്, അത് റിലീസാകുന്നു. ചില ആൾക്കാർ ഇനി ഒരു കോടതിയോ കേസോ ജയിലോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെ ഉള്ളെങ്കിൽ അവരിന്ന് റിലീസാവുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഒരു ട്രാവൽ ബാൻ പോലെയുള്ള ആൾക്കാർക്ക് ഇന്ന് ആ ട്രാവൽ ബാനൊക്കെ നീങ്ങുന്നതായിരിക്കും. അവരൊരു പുതിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു എന്നാണ്. ഇതൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ അവർക്ക് പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയോ
അത് സ്മോക്കിങ്ങോ അത് അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ എൻഡാക്കി ഫ്രീ ആകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ സെർവ് ചെയ്യാത്തത്, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചത്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നു. അപ്പോൾ ദൈവമായിരിക്കും നിങ്ങളെ അത് ആ ഒരു കാര്യത്തിന് സഹായിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഏഞ്ചൽസ് ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതും കാണുന്നുണ്ട്. അപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്സ് ഉണ്ട് എന്നാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ദിവസമാണ്. ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ പുതിയൊരു ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരിക്കും, നല്ല ചെരുപ്പ് വാങ്ങുന്നുണ്ടായിരിക്കും, നല്ലൊരു മൊബൈൽ വാങ്ങുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ഇതൊന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ചെയ്യുന്നതായിരിക്കരുത്, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മാത്രമായിരിക്കണം. നമ്മളുടെ സന്തോഷങ്ങൾ ഒരിക്കലും മറ്റൊരാളിനെ വേദനിപ്പിക്കാനുള്ള ഇട ഉണ്ടാകാതിരിക്കുക. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇതാണോ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ. അതെനിക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊരു ഗ്രാറ്റിറ്റ്യൂഡും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.